പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാ. ഹായ് യു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ മുതുകാട്ടുകര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമായിരുന്നു. 7 ദിവസത്തെ ഉത്സവമായിരുന്നു കേട്ടോ. ഞാൻ ലാസ്റ്റ് ഡേ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാനതിന് ഇൻട്രോ വീഡിയോ എടുത്തിട്ടില്ലെന്ന്. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ ഉത്സവത്തിൻ്റെ വീഡിയോ ആയിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ എവിടെ ഇരുന്നാ കാണുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ നാട്ടിൽ ഏത് ഉത്സവമാണ് ഫേമസ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഉത്സവം ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് നേരെ പോകാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതിൽ തന്നെ അമ്മ സദ്യക്കുള്ള എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സദ്യയിൽ അധികം കൈയടക്കാറില്ല കേട്ടോ. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്തു കൊടുക്കും, എന്തെങ്കിലും അരിയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്തു കൊടുക്കാറുള്ളൂ. കാരണം അമ്മ അടിപൊളിയായിട്ട് സദ്യ ഉണ്ടാക്കും. നമ്മൾ നോർമലി ഉത്സവത്തിന് സദ്യ നമുക്ക് മെയിനാണ്. നമ്മൾ സദ്യ ഉച്ചയ്ക്ക് കഴിക്കുക, അത് കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോൾ അമ്പലത്തിൽ പോയി പരിപാടികൾ കാണുക. ഇതാണ് നമ്മുടെ ഉത്സവം. നമ്മൾ ഉത്സവത്തിനധികം വിരുന്നുകാരെയൊക്കെ വിളിക്കുന്നത് കുറവാണ്. നെക്സ്റ്റ് ഫെബ്രുവരിയിൽ വരുന്ന ശിവരാത്രിക്കാണ് നമ്മൾ ഇതിലും നല്ലതായിട്ട് വിരുന്നുകാരെയൊക്കെ വിളിച്ച്. ആ സമയത്ത് വീട് ഫുൾ ബന്ധുക്കാരും കസിൻസും ഫ്രണ്ട്സും ഒക്കെ ആയിരിക്കും. നമ്മൾ മുതുകാട്ടുകര ഉത്സവം വളരെ ഭയങ്കര മിനിമലായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഉച്ചയോടെ നമ്മുടെ സദ്യയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമലി ഉത്സവത്തിന് നോൺ വെജ് വെക്കാറില്ല, വെജാണ്. ഫുൾ വെജിൻ്റെ കറികൾ മാത്രമേ കാണൂ. നോൺ വെജ് വെക്കാൻ പറഞ്ഞ അമ്മയുടെ മുഖമൊക്കെ അങ്ങ് മാറും. എനിക്ക് ഇച്ചിരി മീൻചാറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. പക്ഷെ നമ്മൾ ഉത്സവ ദിവസം നമ്മൾ നോൺ വെജ് വെക്കാറില്ല. സാമ്പാർ, പരിപ്പ്, പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, മെഴുക്കുവരട്ടി, ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ കാണും. നമ്മൾ 4 പേര് മിക്കപ്പോഴും കാണാറുള്ളൂ ഉത്സവത്തിന്. 4 ദിവസം എൻ്റെ ചേട്ടനെ കൂടി കേട്ടോ. ഇത്തവണ അവനുമില്ല. പിന്നെ ലൈക്ക് ഉത്സവത്തിന് ഞാൻ പറഞ്ഞില്ല അതേ കാര്യം വിളിക്കാറില്ല എന്ന്. അതുകൊണ്ട് മോസ്റ്റ്ലി നമ്മൾ 3 പേരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് വൈകുന്നേരം ആകുമ്പോൾ അമ്പലത്തിലോട്ട് പോകും. ഇതാണ് മെയിൻ പരിപാടി. ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ഇതാരാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇതെൻ്റെ സാറാണ് കേട്ടോ. എന്നെയും എൻ്റെ ചേട്ടനെയും പഠിപ്പിച്ച സാറാണ്, ജസ്റ്റിൻ സാർ. സാറ് നമ്മുടെ എല്ലാ ഫങ്ഷൻസിനും വീട്ടിൽ വരാറുള്ള ഒരാളാണ്. ചേട്ടനെ പഠിപ്പിച്ച സമയം തൊട്ടേ സാറും നമുക്ക് കുറച്ച് സാറുമാരായിട്ട് നല്ലൊരു റിലേഷനുണ്ട്. അവരെല്ലാ വർഷവും വരും. സാർ അടിപൊളി ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കുക കേട്ടോ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതണ്ടയിൽ ധാനിദ പമ പദനിദ പമഗരി ഗമ പദനി സരി സരി പമഗരി ഗമ പദ സരി ഗമ പനി സരി ഗമ കാല സരി ഗമ പ ധനിദ പദ ധനി ഗരി നി നിദ മഗരി സരി ഗമ നിഗമ പ ഗമ പദ പദനി ഗരി രിസ സനി നിദ ദബ ഗരി രിസ സനി നിദ ദം ഗരി രിസ സനി നിദ ദബ ഗരി സനി ദ പ സരി ഗമ പ രി ഗമ പദ ഗമ പദനി ഗരി സനി ദ രിസ നിദ പ സനി ദ പദ ഗമ പദ സനി ഗമ പനി സരി ഗമ പത്താലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാ. പിന്നെയും പൂമ്പൈതല കൊതി തുള്ളി നിൽക്കുവതെന്തിനോ, ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേലുന്നുവാ. കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാകനി വീത്തുവാ. ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോടും ശ്രീരാഗമോ തേടുന്നു നീ. പാട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൂടാണ് കെട്ടുകാഴ്ചകളൊക്കെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സോ അവിടെ നിന്ന് നമ്മൾ ആ കെട്ടുകാഴ്ചകളൊക്കെ കണ്ടു. കുറേ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് ഒരു ഈവനിങ്ങോടെയാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോയത്.
അങ്ങനെ അവിടെ നിന്ന് കെട്ടുകാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ നേരെ അമ്പലത്തിലോട്ട് പോയി. ഞാൻ ധാവണിയൊക്കെ ആയിരുന്നു കേട്ടോ ഇട്ടെ. നമ്മൾ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ഒരുപാട് താലപ്പൊലിയും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ വേലകളി കാണും. ആദ്യം വേലകളിയും താലപ്പൊലിയും അതേപോലെ ജീവിതമൊക്കെ ആയിട്ട് എഴുന്നള്ളിയാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത്. ഈ നമ്മുടെ ഉത്സവത്തിന് വേലകളി നിർബന്ധമാണ് കേട്ടോ. എല്ലാ വർഷവും വേലകളി കാണും. ഇതിന് പുറത്തെന്തെങ്കിലും കഥയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളുടെ അവിടെ വേലകളിയൊക്കെ ഉത്സവത്തിനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ താലപ്പൊലിയും വേലകളിയും എല്ലാം അമ്പല ഗ്രൗണ്ടിൽ നിന്നും അമ്പലത്തിൽ പ്രവേശിച്ച് ദീപാരാധന കഴിഞ്ഞതിന് ശേഷം ഓരോ നേർച്ച കെട്ടുകാഴ്ചകളും നമ്മുടെ അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് തുള്ളിക്കും. അതിന് ശേഷം ഓരോരോ സൈഡിലായിട്ട് മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ കെട്ടുകാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ലാസ്റ്റ് ഗാനമേളയും കണ്ടതിന് ശേഷമാണ് വീട്ടിലോട്ട് തിരിച്ചു പോയത്. നമ്മുടെ ഉത്സവം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആഘോഷിക്കാറ്. നിങ്ങളുടെ ഉത്സവത്തിന് എന്തൊക്കെയാണ് പ്രത്യേകത എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ഗൈസ്. ബൈ.